യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വെറുമൊരു സാമൂഹിക മാധ്യമ പ്രതികരണം എന്നതിലുപരി കോൺഗ്രസിനുള്ളിലെ പ്രത്യേകിച്ചും യുവജന വിഭാഗത്തിലെ ആഭ്യന്തര സംഘർഷങ്ങളെയും അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളെയും തുറന്നുകാട്ടുന്നുണ്ട്. രമേശ് പിഷാരടിയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ലക്ഷ്യമിട്ടുള്ള ഈ പോസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ തലമുറ നേരിടുന്ന പ്രതിസന്ധികളുടെയും പഴയതും പുതിയതുമായ നേതൃത്വങ്ങൾ തമ്മിലുള്ള ആശയ സംഘർഷങ്ങളുടെയും പ്രതിഫലനമാണ്. നീതു വിജയന്റെ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന നിലയിൽ താനും സഹപ്രവർത്തകരും നേരിടുന്ന വെല്ലുവിളികൾ അവർ തുറന്നു പറയുന്നുണ്ട്. ഉമാ തോമസ്, KC വേണുഗോപാലിന്റെ ഭാര്യ സ്നേഹ എന്നിവർക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളെ പരാമർശിക്കുന്നത് ഈ വിഷയത്തിന് കൂടുതൽ ഗൗരവം നൽകുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന വ്യക്തിപരമായ ആക്രമണങ്ങളെയും അതിനെക്കുറിച്ചുള്ള മൗനത്തെയും ഇത് ചോദ്യം ചെയ്യുന്നു. സ്ത്രീപക്ഷ നിലപാടുകളിലൂടെ ശ്രദ്ധ നേടാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടിയിലെ തന്നെ ഒരു വനിതാ നേതാവ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുന്നത് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തത് യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർക്ക് പൊതുസമൂഹത്തിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നുവെന്ന് നീതു വിജയൻ പറയുന്നത് ഈ വിഷയത്തെ വെറും വ്യക്തിപരമായ തർക്കത്തിനപ്പുറം രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമായി ഉയർത്തുന്നുമുണ്ട്. പോസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി അച്ചടക്ക നടപടികളെക്കുറിച്ചുള്ള നീതു വിജയന്റെ വിശദീകരണമാണ്. പാർട്ടിക്ക് ലഭിക്കുന്ന പരാതികളുടെയും നേതൃത്വത്തിന്റെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നടപടികൾ എടുക്കുന്നതെന്നും അതിന് പോലീസിന്റെ FIR കോടതി വിധിയോ ആവശ്യമില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. സാധാരണയായി രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ആരോപണങ്ങളിൽ നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ കാത്തു നിൽക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടി അതിവേഗം നടപടിയെടുത്തത് ആരോപണങ്ങളുടെ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ നടപടികൾക്കെതിരെ രാഹുലിനെ പിന്തുണച്ച് രമേശ് പിഷാരടിയെ പോലുള്ളവർ രംഗത്ത് വരുന്നത് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഈ വിഷയത്തിൽ നേതൃത്വത്തിന്റെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ്. ഇത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും കൂടുതൽ സങ്കീർണമാക്കുന്നു. രമേശ് പിഷാരടി ഒരു പ്രശസ്തനായ കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഒരു കോൺഗ്രസ് അനുഭാവിയായ പിഷാരടി പാർട്ടി നിലപാടിനെ വിമർശിച്ചപ്പോൾ അത് വലിയ ചർച്ചയായി. ഇതൊരു സാധാരണ പാർട്ടി പ്രവർത്തകന്റെ പ്രതികരണം എന്നതിലുപരി പൊതുസമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണം എന്ന നിലയിൽ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്നതാണ്. നീതു വിജയന്റെ പോസ്റ്റ് പിഷാരടിയെ വ്യക്തിപരമായി വിമർശിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഗൗരവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല, പക്ഷെ രാഷ്ട്രീയം സാമൂഹ്യ സേവനമാക്കുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന നീതുവിന്റെ പരാമർശം പിഷാരടിയുടെ പ്രസ്താവനയിലുള്ള അതൃപ്തി വ്യക്തമാക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ പുതിയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികളെയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ നിന്നും വ്യത്യസ്തമായി സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താനും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അവർ മടിക്കുന്നില്ല. ഇത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട്. ഈ പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കാനുള്ള ശ്രമം കൂടിയാണ് നീതു വിജയന്റെ പോസ്റ്റ്. തങ്ങൾ സ്ത്രീപക്ഷത്തോടൊപ്പമാണെന്നും തെറ്റായ പ്രവണതകളെ എതിർക്കുമെന്നും ഉറപ്പുവരുത്തിക്കൊണ്ട് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ ധാർമ്മിക നിലപാട് വ്യക്തമാക്കുകയാണ് അവർ. ചുരുക്കത്തിൽ നീതു വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള സംഘർഷങ്ങളെയും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യത്തെയും സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തെയും പാർട്ടി അച്ചടക്കത്തിന്റെ അതിരുകളെയും കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ വിവരണമാണ്. ഇത് വെറുമൊരു വാക്പോരാട്ടമല്ല, മറിച്ച് കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങളിലേക്കുള്ള ചൂണ്ടുപലക കൂടിയാണ്.